നിങ്ങൾക്ക് അനുയോജ്യമായ എക്സ്ക്ലൂസീവ് ഡിസൈൻ കണ്ടെത്താൻ ഞങ്ങളുടെ ജ്വല്ലറി കൺസൾട്ടന്റിനെ വിളിക്കൂ. പ്രേംദീപ് ജ്വൽസ്, ദ ബിഗ്ഗസ്റ്റ് ബുട്ടീക് ജ്വല്ലറി ഇൻ പാലക്കാട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായി കോൺഗ്രസിൽ ചർച്ച നടക്കുന്നില്ല എന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു. മദ്യലഭ്യത കുറയ്ക്കുമെന്ന പ്രകടന പത്രിക ഇറക്കിയ CPM മദ്യശാലകളുടെ എണ്ണം കൂട്ടിയ മുഖ്യമന്ത്രി മദ്യനയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വരരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം UDF കൺവെൻഷൻ ഉദ്ഘാടനത്തിനെത്തിയ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 1000 ബാറാക്കി കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? അതാണ് ഞങ്ങൾക്ക് പറയാല്ലേ, ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? പ്രകടന പത്രികയിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിൽ 2016 എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നപ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് 1000 ബാറാക്കിയ നേതാവാണ് പിണറായി വിജയൻ. മനസ്സിലായല്ലോ? അപ്പൊ അദ്ദേഹം ഞങ്ങളെ കുറിച്ച് മദ്യനയത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും CPM തകർച്ചയിലേക്ക് പോവുകയാണെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 52 വെട്ടി കൊല്ലുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. മനസ്സിലായില്ലേ? CPM തകർച്ചയിലേക്ക് പോവുകയാണ്. തകർച്ചയിലേക്ക് ഇത്രമാത്രം CPM നേതാക്കന്മാരും പ്രവർത്തകരും ഒരുമിച്ച് പാർട്ടി വിട്ട ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു.